നമസ്കാരം. ഗ്രാമീണ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തിരുവനന്തപുരത്ത് KPCCയുടെ DGP ഓഫീസ് മാർച്ചിൽ നേതാക്കൾക്കെതിരെ പോലീസ് നടത്തിയ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധം. അയോധ്യയിൽ നിന്നും അക്ഷത കുംഭങ്ങൾ തൃപ്രയാറിലെത്തി ശ്രീരാമക്ഷേത്ര സന്നിധിയിൽ ഭക്തിനിർഭരമായ സ്വീകരണം. വാടനപ്പള്ളി പഞ്ചായത്തിലെ ഉപ്പുപടന്ന കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. തിരുവനന്തപുരത്ത് KPCCയുടെ DGP ഓഫീസ് മാർച്ചിൽ നേതാക്കൾക്കെതിരെ പോലീസ് നടത്തിയ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിക്കലും പ്രതിഷേധ പ്രകടനവും നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PA ഷൗക്കത്ത് അലി, DCC ഭാരവാഹികളായ VR വിജയൻ, K ദിലീപ് കുമാർ, അനിൽ പുളിക്കൽ, നൌഷാദ് ആറ്റുപറമ്പത്ത്, CM നൌഷാദ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ PM സിദ്ദീഖ്, PS സുൽഫിക്കർ, KB രാജീവ്, ആൻഡോ തൊറയൻ, CV വികാസ്, V വിനു എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ AN സിദ്ധപ്രസാദ്, VD സന്ദീപ്, CG അജിത് കുമാർ, ഹിറോഷ് ത്രിവേണി, CS മണികണ്ഠൻ, CR അറമുഖൻ, TV ഷൈൻ, PK നന്ദനൻ, PC ജയപാലൻ, CV ഗിരി, AM മെഹബൂബ്, രഹന ബിനീഷ്, ബിജീഷ് പന്നിപ്പുലത്ത്, യദുകൃഷ്ണ, ഗഫൂർ തളിക്കുളം, റസിയാന്തിക്കാട്, ജീജ ശിവൻ, ഹേമ പ്രേമൻ, ബിന്ദു പ്രദീപ് എന്നിവർ പങ്കെടുത്തു. കോൺഗ്രസിന്റെ കരുത്ത് പിണറായിയുടെ പോലീസ് അറിയാൻ പോകുന്നുള്ളൂ എന്ന് സൂചിപ്പിക്കുകയാണ്. പിണറായി വിജയന്റെ പോലീസ് തലയിൽ തൊപ്പി വെച്ചിട്ടുണ്ട്. ആ തൊപ്പിയിൽ കാണുന്ന സ്തംഭത്തിൽ നിങ്ങൾ നോക്കിയിരുന്നോ? അതുപോലെ തന്നെ കാക്കിയിട്ട യൂണിഫോമിൽ ആ നക്ഷത്രം നിങ്ങൾ എണ്ണിയിരുന്നോ? കേരളത്തിന്റെ ജനാധിപത്യം നിങ്ങളുടെ കഥ കഴിക്കാനുള്ള സമയം, നിങ്ങളുടെ കാലം കഴിക്കാനുള്ള മുഹൂർത്തം കുറിച്ചിരിക്കുന്നു എന്നാണ് വർത്തമാനകാല രാഷ്ട്രീയം നമ്മളോട് വിളിച്ചു പറയുന്നത്. അല്പനായ ഒരു മുഖ്യമന്ത്രി, ധിക്കാരിയായ ഒരു മുഖ്യമന്ത്രി, അഴിമതിക്കാരനായ ഒരു മുഖ്യമന്ത്രി, അഹങ്കാരിയായ ഒരു മുഖ്യമന്ത്രി, സ്വർണം കടത്തുന്ന ഒരു മുഖ്യമന്ത്രി, കള്ളക്കടത്തുകാരനായ ഒരു മുഖ്യമന്ത്രി, ഡാറ്റ കടത്തുന്ന ഒരു മുഖ്യമന്ത്രി. പെരുങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ ഈ മാസം 31 വരെ നീണ്ടു നിൽക്കുന്ന ദേവസ്ഥാനോത്സവത്തിന് കൊടിയേറി. പടഹാദി രൂപത്തിലുള്ള തന്ത്രവിധികളോടെ കൊടിക്കൂറയും കയറും പ്രത്യേക പൂജയ്ക്ക് ശേഷമാണ് ക്ഷേത്രം തന്ത്രിയും ദേവസ്ഥാനാധിപതിയുമായ ബ്രഹ്മശ്രീ ഉണ്ണി ദാമോദര സ്വാമികൾ കൊടികയറ്റിയത്. ട്രസ്റ്റിമാരായ KD വേണുഗോപാൽ, KD ദേവദാസ്, അഡ്വക്കേറ്റ് പ്രവീൺ എന്നിവർ സഹകാരികളായിരുന്നു. തുടർന്ന് ദക്ഷിണാമൂർത്തി സംഗീത നൃത്തോത്സവ മണ്ഡപത്തിൽ ദേവസ്ഥാനം കലാപീഠം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നാട്യമേളയും ഉണ്ടായിരുന്നു. പെരുങ്ങോട്ടുകര ദേവസ്ഥാനത്ത് ഭിന്നശേഷി കലാകാരന്മാരുടെ സംഗീത നൃത്താർച്ചന വേറിട്ട അനുഭവമായി. കഴിഞ്ഞ 24 ദിവസമായി നടന്നുവരുന്ന ദക്ഷിണാമൂർത്തി അന്താരാഷ്ട്ര സംഗീത നൃത്തോത്സവത്തിലാണ് എറണാകുളം പ്ലാവില ദിവ്യാംഗ് കലാമന്ദിറിലെ കുട്ടികളായ പൂജ രമേഷ്, ദിനേഷ് നിലമ്പൂർ എന്നിവർ സംഗീതാർച്ചനയും അനഘ ദിനേശ് മോഹിനിയാട്ടവും അവതരിപ്പിച്ചത്. അഞ്ജലി സദാനന്ദൻ, ആൻ മേരി ജോസ്, ആനന്ദ ഭൈരവി ടീമിൻ്റെ സംഗീതാർച്ചനയും തൃപ്രയാർ ദുർഗ മനോജ്, VP സാബു,
ഏഴുമാൻ തുരുത്ത് എന്നിവരുടെ സംഗീത കച്ചേരിയും ആർദ്ര ജയൻ കലാപീഠത്തിൻ്റെ മോഹിനിയാട്ടവും സിന്ദൂരയുടെ ഭരതനാട്യവും ഇരിഞ്ഞാലക്കുട കലാക്ഷേത്രം ഡാൻസ് ആൻഡ് മ്യൂസിക്കിൻ്റെ നാട്യാർപ്പണവുമെല്ലാം രസഭാവങ്ങളാൽ മികവ് പുലർത്തി. ശങ്കരീയം വടുതല അവതരിപ്പിച്ച തിരുവാതിരക്കളിയും നടന്നു. കലാകാരന്മാർക്ക് ഉപഹാരങ്ങൾ ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണി ദാമോദര സ്വാമിയും ട്രസ്റ്റി ദേവദാസ് ദേവസ്ഥാനവും ഉപഹാരങ്ങൾ നൽകി. മണലൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട വർക്കിംഗ് ഗ്രൂപ്പ് യോഗം കാഞ്ഞാണി മരിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, മെമ്പർമാർ, കാര്യനിർവഹണ ഉദ്യോഗസ്ഥർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. നമുക്ക് ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? അവിടെ നമുക്ക് ഷെൽട്ടർ ഹോം നമുക്ക് സ്ഥാപിക്കണം. അതുപോലെ തന്നെ പഞ്ചായത്തിനെ നമുക്ക് ഒരു ഭിന്നശേഷി സൗഹൃദമാക്കണം. ഞാൻ ഭിന്നശേഷി സൗഹൃദമാക്കാം എന്ന് പറയുമ്പോൾ ഇന്ന് ഭിന്നശേഷി വരുന്നവരൊക്കെ ഞാനും നിങ്ങളും ഉള്ള പോലെ തന്നെ അവരും ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. ആ സമൂഹത്തിന്റെ ഭാഗമായിട്ട് കിടക്കുന്ന അവരെയും എന്ത് ചെയ്യണം? പഞ്ചായത്തിന് അവരെ നമുക്ക് തോളോട് തോൾ ചേർത്ത് പിടിക്കണം. അതിനുവേണ്ടി പഞ്ചായത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള വാർഡുകളിൽ ഈ ഭിന്നശേഷി അതുപോലെ തന്നെ ചെയ്യണം. അവരുടെ സർവേ നടത്തിക്കൊണ്ട് അവരുടെ നീഡ്സും ഡീഡ്സും അവരുടെ ആവശ്യവും അവരുടെ എന്താണ് വേണ്ടതെന്നുള്ളത് നമ്മൾ കണ്ടെത്തി പിടിച്ചുകൊണ്ട് അവർക്ക് നമ്മുടെ ആവശ്യങ്ങളിലേക്ക് നമുക്ക് മുതൽക്കൂട്ടായിട്ട് മാറണം. കളരിക്കുറുപ്പ് സംഘം 14ാമത് വാർഷിക സമ്മേളനവും കുടുംബസംഗമവും പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ഉദ്ഘാടനം ചെയ്തു. സംരക്ഷിക്കാൻ വേണ്ടി ഓരോ സമുദായങ്ങളെ സൃഷ്ടിച്ചു എന്നതാണ് പൂർവികർ ചെയ്ത കാര്യം. കുല പ്രവൃത്തി, കുലമഹിമ അത് മനസ്സിലാക്കാനും നിലനിർത്താനും അത് സംരക്ഷിക്കാനും അത് പരിപോഷിക്കാനും അതിന് ഓരോ കുലത്തിന് ഉത്തരവാദിത്വം നൽകിക്കൊണ്ടാണ് ഇവിടെ ജാതി തിരിച്ച് ഒരു സമ്പ്രദായം ആവിർഭവിച്ചത്. അത് വ്യക്തികൾ തമ്മിൽ സൗഹൃദം കുറയാനോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ഓരോ തൊഴിലിലും അതിന് ഉടമസ്ഥരുണ്ടാവും. ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് സുരാജ് പണിക്കർ അധ്യക്ഷത വഹിച്ചു. സാഹിത്യ നിരൂപകൻ ബാലേന്ദ്രൻ വടക്കേടത്തിന് ജ്ഞാനപ്രഭ പുരസ്കാരം നൽകി ആദരിച്ചു. ബാലേന്ദ്രൻ വടക്കേടത്തിൻ്റെ വസതിയിലെത്തിയ അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ പുരസ്കാരം സമ്മാനിച്ചു. മലയാള ഭാഷയിൽ വളരെയധികം അത്യുന്നതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ബാലേന്ദ്രൻ വടക്കേടത്ത്. നിരൂപണത്തിൻ്റെ ഒരു മുഖം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. വളരെയധികം ചർച്ചകൾക്കും വളരെയധികം പുസ്തക എഴുതി പ്രകാശനം ചെയ്തിട്ടുള്ള വ്യക്തി കൂടിയാണ് ബാലേന്ദ്രൻ വടക്കേടത്ത്. അതുപോലെ തന്നെ കലാമണ്ഡലം സെക്രട്ടറി ആയിട്ടും സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡൻ്റൊക്കെ ആയിട്ടിരുന്ന് സ്ഥാനം വഹിച്ചിരുന്ന ഒരു പ്രമുഖ വ്യക്തിത്വമാണ് ബാലേന്ദ്രൻ വടക്കേടത്ത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വം കൂടിയാണ് ബാലേന്ദ്രൻ വടക്കേടത്ത്. അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഞങ്ങളുടേതായിട്ടൊരു ബഹുമാന പുരസ്കാരം ഞങ്ങൾ സമർപ്പിക്കുന്ന ഒരു പുരസ്കാരമാണ് ജ്ഞാനപ്രഭ പുരസ്കാരം. ഗായിക രജി രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയായി. വേണുഗോപാലൻ EP, ബാലസുബ്രഹ്മണ്യൻ, ശ്രീകുമാർ S. കുറുപ്പ്, ഗിരീഷ് പണിക്കർ എന്നിവർ സംസാരിച്ചു. സമുദായത്തിലെ ബഹുമുഖ പ്രതിഭകളെയും നവപ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു. കലാപരിപാടികളും അരങ്ങേറി.
കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ജനുവരി 20-ന് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഡിവൈഎഫ്ഐ നടത്തുന്ന മനുഷ്യ ചങ്ങലയുടെ ഭാഗമായി ഡിവൈഎഫ്ഐ മണലൂർ മേഖലയുടെ നേതൃത്വത്തിൽ സ്ട്രൈക്ക് കോർണർ സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അരുൺ ആനന്ദ് അധ്യക്ഷത വഹിച്ചു. CM വിഷ്ണു, CPM മണലൂർ ലോക്കൽ സെക്രട്ടറി KV ഡേവിസ്, KSKTU നേതാവ് ജനാർദ്ദൻ മണ്ണുമ്മൽ, AIDWA മണലൂർ ഏരിയ പ്രസിഡന്റ് CG മോഹൻദാസ്, നിവിൻ മനോഹൻ എന്നിവർ സംസാരിച്ചു. കാരമുക്ക് സർവീസ് സഹകരണ ബാങ്കിൻ്റെ LDF നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരം ഏറ്റെടുത്തു. ഒല്ലൂർ യൂണിറ്റ് ഇൻസ്പെക്ടർ ജീന OS നേതൃത്വത്തിലാണ് ഭരണസമിതി അധികാരമേറ്റത്. പ്രസിഡന്റായി PR മുരളീധരൻ, വൈസ് പ്രസിഡന്റായി ജോഷി പൊറ്റേക്കാട്ട്, ഡയറക്ടർമാരായി കണ്ണൻ കൂട്ടാല, KB ബിനോജ്, ലിസി തോമസ്, വിജയൻ, ടോണി പെരുമാടൻ, വിനീത് പ്രസന്നൻ, PR ശങ്കരനാരായണൻ, ഷിജി അമൃത്സൻ, സൗമ്യ ഗിരീഷ് എന്നിവരാണ് അധികാരമേറ്റത്. അനുമോദന യോഗത്തിൽ ബാങ്കിൻ്റെ പ്രസിഡന്റായിരുന്ന TA ചാക്കോ അധ്യക്ഷത വഹിച്ചു. ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റായിരുന്ന ധർമ്മൻ പറത്താട്ടിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത്, LDF കൺവീനർ MR മോഹനൻ, CPM കാരമുക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VV പ്രഭാത്, KV വിനോദൻ, VV സജീന്ദ്രൻ, MK സദാനന്ദൻ, PT വർഗീസ്, മുൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് PB ഹരിദാസ്, അന്തിക്കാട്ട് 818 സഹകരണ സംഘം പ്രസിഡന്റ് PG ഗോപാലകൃഷ്ണൻ, ബാങ്ക് സെക്രട്ടറി VD അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ഏനമാവ് പെരുങ്കുട്ടുകര തൃശൂർ താലൂക്ക് ചെത്ത് തൊഴിലാളി യൂണിയൻ AITUC 80-ാം വാർഷികം, താന്യം പഞ്ചായത്ത് തല സ്മൃതി സദസ്സ്, സമാദരം, കലാസന്ധ്യ, പൊതുസമ്മേളനം എന്നിവ പെരുങ്കുട്ടുകര നാലുംകുടി സെൻറ്ററിൽ നടന്നു. CPI സംസ്ഥാന സമിതി അംഗം VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കേന്ദ്രമായി സഖാവ് MA കാക്കുവിൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടി ചുമതലയിൽ രൂപീകരിക്കപ്പെട്ട ട്രേഡ് യൂണിയൻ സംഘടനയാണ് നമ്മുടെ കേരളത്തിലെ തന്നെ ആദ്യത്തെ സംഘടിത ട്രേഡ് യൂണിയൻ സംഘടന. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ട ശേഷം നമ്മുടെ കേരളത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ ഗ്രാമങ്ങളിലും അന്ന് നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥയ്ക്കെതിരായി, നിലനിൽക്കുന്ന ചൂഷണ വ്യവസ്ഥയ്ക്കെതിരായും ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒട്ടനവധി പോരാട്ടങ്ങളും അന്ന് നിലനിന്നിരുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി അതിനെ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ബഹുജന പ്രസ്ഥാനങ്ങളും അക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി കെട്ടിപ്പടുക്കപ്പെടുകയും സംഘടിതമായ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ചെയർമാൻ PK ശ്രീജി അധ്യക്ഷത വഹിച്ചു. KP സന്ദീപ്, ഷീന പറയങ്ങാട്ടിൽ, CC മുകുന്ദൻ MLA, CR മുരളീധരൻ, ശുഭ സുരേഷ്, താന്യം പഞ്ചായത്ത് സംഘാടക സമിതി കൺവീനർ അഡ്വക്കേറ്റ് PR ഷിനോയ്, ഖജാൻജി VK പ്രസന്നൻ എന്നിവർ സംസാരിച്ചു. സ്ത്രീധനം എന്ന സാമൂഹ്യ വിപത്തിനെതിരെ മഹിളാ കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ നൈറ്റ് വാക്ക് സംഘടിപ്പിച്ചു. സധൈര്യം എന്ന പേരിലാണ് സംസ്ഥാന മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം നൈറ്റ് വാക്ക് നടത്തിയത്. നൈറ്റ് വാക്കിൻ്റെ ഉദ്ഘാടനം DCC ജനറൽ സെക്രട്ടറി K ദിലീപ് കുമാർ നിർവഹിച്ചു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P വിനു അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി നൌഷാദ് ആറ്റുപറമ്പത്ത്, കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ് എന്നിവർ സംസാരിച്ചു. മഹിളാ കോൺഗ്രസ് നേതാക്കളായ രഹന ബിനീഷ്, റസിയ അന്തിക്കാട്, ധന്യ ബൈജു, രേഖ ശൈലേഷ്, നളിനി PK, ശ്രുതി സുബ്രഹ്മണ്യൻ, ഹേമ പ്രേമൻ, മഞ്ജുഷ ബാബു, മൈഥിലി, ശാരി പ്രവീൺ എന്നിവർ നൈറ്റ് മാർച്ചിന് നേതൃത്വം നൽകി. തിരുവനന്തപുരത്ത് നടന്ന 28ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ മികച്ച മാധ്യമ പ്രവർത്തനത്തിനുള്ള പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹയായ വലപ്പാട് സ്വദേശി കാളിപ്പറമ്പിൽ ബൈജു രേഖ ദമ്പതിമാരുടെ മകളും ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ടർ പാർവണ KBയെ വലപ്പാട് മൈത്രി അസോസിയേഷൻ അനുമോദിച്ചു. അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ശ്രീ രാജൻ പട്ടാട്ട് ആമുഖ പ്രഭാഷണം നടത്തി. അസോസിയേഷൻ പ്രസിഡന്റ് ഗ്രീഷ്മ ദിലീപ് അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ അംഗം ശങ്കരനാരായണൻ പാർവണയ്ക്ക് സ്നേഹാദരം കൈമാറി. അസോസിയേഷൻ ഭാരവാഹികളായ മോഹനൻ കരിങ്ങാട്ടിൽ, CG സഞ്ജയൻ, സോമൻ കാരയിൽ, കുഞ്ഞി മുഹമ്മദ് വലിയകത്ത്, പുഷ്പാങ്കദൻ എന്നിവർ സംസാരിച്ചു. പത്രപ്രവർത്തക ആവുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല. ആ മേഖലകളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് അതിൻ്റെ നല്ലതും ദുർഘടവുമായിട്ടുള്ള ആ വഴിച്ചാലിലൂടെ പോകുമ്പോഴാണ് അതിൻ്റെ
ശരിയായിട്ടുള്ള മുഖം നമ്മൾ കാണും. അപ്പോൾ അതിൻ്റെ ഒരു തിരിച്ചറിവിലേക്ക് പാർവണ കാളിപറമ്പിൽ ബൈജുവിൻ്റെയും രേഖയുടെയും മൂത്ത മകളായിട്ടുള്ള പാർവണ നമ്മുടെ മൈത്രി റെസിഡൻസ് അസോസിയേഷൻ്റെ അതിലുപരി ഈ നാടിൻ്റെ അഭിമാനമായിട്ട് മാറിയിരിക്കുകയാണ്. ഇടവേള. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ മണപ്പുറം മാ കെയർ വിഷൻ പ്ലസ് നൽകുന്നു ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫർ. ഒരു കണ്ണട വാങ്ങൂ, മറ്റൊന്ന് സൗജന്യമായി നേടൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. കണ്ടീഷൻസ് അപ്ലൈ. എല്ലാ ദിവസവും സൗജന്യ കാഴ്ച പരിശോധനയും വിദഗ്ധരായ നേത്രരോഗ വിദഗ്ധരുടെയും ടെക്നീഷ്യൻസിന്റെയും സേവനവും. ഈ സേവനം ജനുവരി 10 വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800-309-1555. ക്രിസ്തുമസ് ആൻഡ് ന്യൂ ഇയർ ആഘോഷങ്ങളോടനുബന്ധിച്ച് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു ഇഷാര ഗിഫ്റ്റ് ട്രീ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും 2023 ഡിസംബർ 15 മുതൽ 2024 ജനുവരി 15 വരെ 1 പവന് മുകളിൽ പർച്ചേസ് ചെയ്യൂ. ഗിഫ്റ്റ് ട്രീയിൽ നിന്നും സ്ക്രാച്ച് കാർഡ് സ്വന്തമാക്കി സ്ക്രാച്ച് ചെയ്യൂ. ഉറപ്പായ സമ്മാനം സ്വന്തമാക്കൂ. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ വൈമോൾ ത്രിപുര. വാർത്തകൾ തുടരുന്നു. അയോധ്യയിൽ നിന്നും ശ്രീരാമ ഭക്തർക്കായി പൂജിച്ചു കൊണ്ടുവന്ന അക്ഷത കുംഭങ്ങൾക്ക് തൃപ്രയാർ ശ്രീരാമക്ഷേത്ര സന്നിധിയിൽ ഭക്തിനിർഭരമായ സ്വീകരണം നൽകി. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യ ക്ഷേത്ര സന്നിധിയിൽ നിന്നും നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ തൃപ്രയാറിലെത്തിച്ച അക്ഷത കുംഭങ്ങൾ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ തരണനെല്ലൂർ പടിഞ്ഞാറെ മനക്കൽ രാമൻ നമ്പൂതിരിപ്പാട് ഏറ്റുവാങ്ങുകയും തുടർന്ന് പഞ്ചായത്ത് ഭാരവാഹികൾക്ക് നൽകുകയും ചെയ്തു. തുടർന്ന് ഭക്തജനങ്ങൾ അക്ഷത കുംഭങ്ങളുമായി നാമജപത്തോടെ ക്ഷേത്ര പ്രദക്ഷിണം നടത്തി. RSS തൃപ്രയാർ ഖണ്ഡ് സംഘചാലക് ദിവാകരൻ, കാര്യവാഹക് ബിജു, AK ചന്ദ്രശേഖരൻ, ബഗീഷ് പൂരാടൻ, ദിനേശ് വെള്ളാഞ്ചേരി, AK വാസുദേവൻ, EP ഹരീഷ്, ധനീഷ്, സതീഷ്, സെന്തിൽകുമാർ, PV രാധാകൃഷ്ണൻ, NG ഉണ്ണിക്കാരയിൽ, ഡോക്ടർ ജയപ്രകാശ് അടിപ്പറമ്പിൽ, തുളസി, അംബിക തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. അക്ഷത കുംഭങ്ങൾ ഗ്രാമക്ഷേത്രങ്ങളിൽ പൂജ ചെയ്തതിന് ശേഷം ജനുവരി 1 മുതൽ ഭക്തജനങ്ങൾക്ക് വീടുകളിൽ എത്തി പ്രസാദമായി വിതരണം നടത്തുന്നതാണ്. നാട്ടിക പഞ്ചായത്തിൽ നിന്നുള്ള അക്ഷത കുംഭം നാട്ടിക ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലെത്തിച്ച് പൂജ ആരംഭിച്ചു. തൃപ്രയാർ ശ്രീരാമക്ഷേത്ര സന്നിധിയിൽ നിന്ന് വിവിധ സംഘടനാ പ്രതിനിധികൾ ഏറ്റുവാങ്ങി. ഹനുമാൻ സന്നിധിയിലെത്തിച്ച അക്ഷത കുംഭം ക്ഷേത്ര ഭാരവാഹികൾ ആരതിയോടെയാണ് ഏറ്റുവാങ്ങിയത്. മഹാക്ഷേത്രത്തിലേക്ക് എത്തിക്കുകയാണ്. അയോധ്യയിൽ നിന്നുള്ള ഈ പ്രസാദമായുള്ള അക്ഷതവും വഹിച്ചുകൊണ്ടുള്ള രഥം. നമുക്കറിയാം, ഭാരതത്തിലെ നീണ്ട ചരിത്ര പാരമ്പര്യമുള്ള ഒരു സമര പശ്ചാത്തലമുണ്ട് അയോധ്യയുടെ ശ്രീരാമ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട്. നൂറ്റാണ്ടുകളുടെ നിരവധി ആൾക്കാരുടെ ത്യാഗോജ്വലമായുള്ള സമരസ്മരണകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. നമ്മളത് ഒരു സ്വപ്നമായിരുന്നെങ്കിൽ ഇന്ന് യാഥാർത്ഥ്യമാകാൻ പോവാണ്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം എന്ന് പറയുന്നത് ജനുവരി 22-ാം തീയതി അതിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് അയോധ്യയിൽ നിന്ന് നേരിട്ട് എല്ലാ ഭക്തജനങ്ങൾക്കും, ശ്രീരാമ ഭക്തജനങ്ങൾക്കും, എല്ലാ ഹൈന്ദവർക്കും വേണ്ടിയിട്ട് ഇന്ന് ഈ അവിടുത്തെ പ്രസാദമായുള്ള അക്ഷതവും ശ്രീരാമൻ്റെ. വലപ്പാട് ഷൈനിങ് സ്റ്റാർ ലയൺസ് ക്ലബിൻ്റെ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷവും സോണൽ ചെയർപേഴ്സൺ ആനി ജോസഫിൻ്റെ ഔദ്യോഗിക സന്ദർശനവും തൃപ്രയാർ കുന്നുമ്മൽ ഗസ്റ്റ് ഹൗസിൽ വെച്ച് നടത്തി. വലപ്പാട് ഷൈനിങ് സ്റ്റാർ ക്ലബ്ബ് പ്രസിഡന്റ് ലയൺ സുധീർ ദാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് സെക്രട്ടറി സ്വപ്ന ജോളി, മുൻ പ്രസിഡന്റ് ചന്ദ്രൻ, വലപ്പാട് ക്ലബ്ബ് സെക്രട്ടറി പ്രസാദ്, ജോസഫ്, റഫീഖ്, ട്രഷറർ ഇന്ദു സുജൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് അംഗങ്ങളുടെ ഗാനാലാപനവും ന്യൂ ഇയർ ആഘോഷവും നടന്നു. ഈ നിങ്ങളുടെ പ്രവർത്തന മേഖലകൾ മികച്ചത് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. സർവീസ്, അതാണ് ലയണിസത്തിൻ്റെ മോട്ടോ. സർവീസ് എന്ന് പറയുമ്പോൾ ചാരിറ്റി, അതുപോലെ ഈ സൊസൈറ്റിയിൽ, ഈ സമൂഹത്തിൽ എന്താണ് ആവശ്യങ്ങൾ നാം കണ്ടറിഞ്ഞ്
താന്യം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 83-84 SSLC ബാച്ചിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. സ്കൂൾ അങ്കണത്തിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ചെയർമാൻ ദിനേശ് ബാബു അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ താന്യം സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയും ശില്പിയുമായ TP പ്രേംജിയെയും താന്യം സ്കൂളിൻ്റെ SSLC+2 ഉന്നത വിജയത്തിന് മുൻകൈയെടുത്ത സ്കൂൾ പ്രധാനാധ്യാപിക സീനത്ത്, സ്റ്റാഫ് സെക്രട്ടറി ലിജി എന്നിവരെയും MP ആദരിച്ചു. PTA പ്രസിഡന്റ് ആസിസ്, കൺവീനർ VS മനോജ്, ട്രഷറർ കബീർ KA എന്നിവർ സംസാരിച്ചു. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെയും കുട്ടികളുടെയും കലാപരിപാടികൾ നടന്നു. പക്ഷേ സ്കൂളിലേക്ക് അന്ന് വരുമ്പോൾ പുതിയ വസ്ത്രം കിട്ടാതെ പുതുവസ്ത്രമില്ലാതെ വന്ന കുട്ടികൾ എത്ര പേരുണ്ട്? അത് യൂണിഫോം നിർബന്ധമില്ലാതിരുന്ന ഒരു കാലം. പുതിയ പാഠപുസ്തകം മറച്ച് പുതിയ പാഠപുസ്തകത്തിൽ ആ നറുമണം മനസ്സിൽ ശ്വസിച്ചവർ ഇരിക്കുന്ന കൂട്ടത്തിൽ കുറെ പേരുണ്ടാവും. ആദ്യത്തെ പാഠവും അവസാനത്തെ പാഠവും ഇല്ലാതെ സ്കൂളിൽ പഠിച്ചവരും ഈ കൂട്ടത്തിലുണ്ടാകാൻ ഇടയുണ്ട്. അയൽപക്കത്തെ കുട്ടികൾ പഠിച്ച പഴയ പുസ്തകം അമ്മയോ വീട്ടിലുള്ളവരോ പോയി വാങ്ങി അതിൽ ആദ്യത്തെ പേജുമില്ല, അവസാനത്തെ പേജുമില്ല. കരയാവട്ടം സർവീസ് സഹകരണ ബാങ്ക് വാർഷിക പൊതുയോഗം നടത്തി. വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം കൈവരിച്ച സഹകാരികളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് ദാനവും ഇതോടനുബന്ധിച്ച് നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം അനിത ത്രിദീപ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഭരണസമിതി പ്രസിഡന്റ് KH കബീർ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് VR ജഗദീശൻ, PS അജിത് കുമാർ, KB ഷംസുദ്ദീൻ, TN സിംഗ്, KV വിശ്വംഭരൻ, പ്രവീൺ പൊയ്യാറ, MR സുധർമ്മൻ, വിജയലക്ഷ്മി സ്വാമിശേഖരൻ, ഷീജ ഉല്ലാസ്, ഉജിത ഉണ്ണികൃഷ്ണൻ, ബാങ്ക് സെക്രട്ടറി PD സിന്ധു എന്നിവർ നേതൃത്വം നൽകി. കരയാവട്ടം സർവീസ് സഹകരണ ബാങ്കിൻ്റെ 2022-23 വർഷത്തെ വാർഷിക പൊതുയോഗവും അതോടനുബന്ധിച്ച് വിദ്യാഭ്യാസ അവാർഡ് വിതരണമാണ് നമ്മളിവിടെ നിർദ്ദേശിക്കുന്നത്. വിദ്യാഭ്യാസ അവാർഡ് കൊടുക്കുന്നത് നമുക്കൊന്ന് ഗായത്രി കൃഷ്ണ, SSLC ഫുൾ A+ നേടിയ വിദ്യാർത്ഥിയാണ്. അതുപോലെ തന്നെ ആമിന ഫിദ, മൂന്നാമത്തെ ടീഷ K ദിനേശ്, നവനീത്, നർമ്മദ, ഈ 5 പേരെയും കരയാവട്ടം സർവീസ് സഹകരണ ബാങ്കിൻ്റെ ജില്ലയെ ഭിന്നശേഷി സൗഹൃദ ജില്ലയായി പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായി 18 വയസ്സ് കഴിഞ്ഞ മാനസിക വെല്ലുവിളി നേരിടുന്ന മുഴുവൻ പേർക്കും ലീഗൽ ഗാർഡിയൻഷിപ്പ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്തിക്കാട് ബ്ലോക്കിനെ തെരഞ്ഞെടുത്തു. ഇതോടനുബന്ധിച്ച് അന്തിക്കാട് ബ്ലോക്കിൽപ്പെടുന്ന 5 പഞ്ചായത്തുകളിലും 18 വയസ്സിന് മുകളിൽ ഭിന്നശേഷിയിൽ ഉൾപ്പെടുന്നവർക്ക് വേണ്ടി ലീഗൽ ഗാർഡിയൻഷിപ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു. ഈ വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ പേരെയും ഉൾപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്കും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാലാവധി തീർന്നവർക്കും വേണ്ടി IQ ടെസ്റ്റ് ചെയ്യുന്ന ക്യാമ്പാണ് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അന്തിക്കാട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ വെച്ച് നടത്തിയത്. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിരാമൻ അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സുഷമ മോഹൻ സംസാരിച്ചു. ലീഗൽ ഗാർഡിയൻഷിപ്പിനെ അധികരിച്ചും മെഡിക്കൽ ക്യാമ്പിൽ IQ ടെസ്റ്റ് ആവശ്യകതയെപ്പറ്റിയും ഭൗതിക വെല്ലുവിളി നേരിടുന്ന വ്യക്തികളുടെ കുടുംബങ്ങളുടെ ദേശീയ കൂട്ടായ്മയായ പരിവാർ എന്ന സംഘടനയുടെ സംസ്ഥാന ട്രഷറർ ഭരതൻ കല്ലാറ്റ്, ജില്ലാ പ്രസിഡന്റ് സന്തോഷ് എന്നിവർ ക്ലാസുകളെടുത്തു. 5 പഞ്ചായത്തുകളിലെയും ബ്ലോക്ക് പഞ്ചായത്തുകളിലെയും മെമ്പർമാർ, അംഗനവാടി അധ്യാപകർ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഫോറത്തിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ IQ ടെസ്റ്റ് ചെയ്തു, സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കി. വലപ്പാട് ബീച്ച് തൂലിക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ തൃശൂർ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയുടെയും ത്രിപുര TB യനു ആൻഡ് സൺസ് ഓപ്റ്റിക്കൽസിൻ്റെയും സഹകരണത്തോടെ സൗജന്യ നേത്ര തിമിര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ KA വിജയൻ, പ്രസിഡന്റ് ജയപ്രകാശ് വളവത്ത്, സെക്രട്ടറി സന്തോഷ് വടിക്കെട്ടി, വൈസ് പ്രസിഡന്റ് ഘോഷ് വിക്രഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. ജോയിന്റ് സെക്രട്ടറി ജ്യോതിബാസ് വിക്രഞ്ചേരി, ട്രഷറർ സുർജിത്ത് വിക്രഞ്ചേരി, വനിതാ പ്രസിഡന്റ് കനക ജ്യോതിപാലൻ, ലൈബ്രറിയൻ ഷൈനി ഷാജി, തൂലിക സാംസ്കാരിക വേദി പ്രവർത്തകരായ ജിത അജിത് രാജ്, പ്രിൻസ് നെടിയിരിപ്പിൽ, ഉണ്ണികൃഷ്ണൻ വളവത്ത്, ജിജീഷ് വിക്രഞ്ചേരി എന്നിവർ നേതൃത്വം നൽകി. ആശാ വർക്കർമാരായ ജയഭാരതി, വസന്ത എന്നിവരും സംബന്ധിച്ചു. ഈ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഞങ്ങൾ ഒരു സെൻറ്റ് സ്ഥലവും അതിനോടനുബന്ധിച്ച് ഒരു 2 നില ഒരു ഷെഡും കൂടിയിട്ട് പണിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു വനിതാ ബിസിനസ് സെൻറ്ററും കുട്ടികൾക്കായിട്ട് ഒരു കരാട്ട സെൻറ്ററും കൂടിയിട്ട് ഞങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. അന്തിക്കാട് കൊച്ചത്ത് മുത്തപ്പൻ ശ്രീ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് കൊച്ചത്ത് കുടുംബ സഹായ സമിതിയുടെയും വാടനപ്പള്ളി ലയൺസ് ക്ലബിൻ്റെയും ആഭിമുഖ്യത്തിൽ മുല്ലശ്ശേരി വൈദ്യമന്ദിരം ആശുപത്രിയുടെയും തൃശൂർ IMAയുടെയും സഹകരണത്തോടെ
സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും രക്തദാനവും പ്രമേഹ നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. മുൻ മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് മെമ്പർ ജീന നന്ദൻ അധ്യക്ഷത വഹിച്ചു. കൊച്ചത്ത് കുടുംബസഹായ സമിതി പ്രസിഡന്റ് മുരുകൻ അന്തിക്കാട്, ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് വാടനപ്പള്ളി പ്രവീൺജിത്ത്, ലയൺസ് ക്ലബ്ബ് സോണൽ ചെയർമാൻ MC മദനകുമാർ, പഞ്ചായത്ത് വാർഡ് മെമ്പർ KK പ്രദീപ് കുമാർ, ക്ഷേത്രസമിതി സെക്രട്ടറി മഹേന്ദ്രൻ, ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്ക് ഡോക്ടർ അമേനു സന്തോഷ്, ഡോക്ടർ അഞ്ജലി MS എന്നിവർ പങ്കെടുത്തു. നേത്ര ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള പരിപാടികൾ കഴിഞ്ഞ വർഷം സംഘടിപ്പിക്കുകയുണ്ടായി. ഇത്തവണ ആയുർവേദ ക്യാമ്പും അതുപോലെ ജീവിത ശൈലി രോഗങ്ങളായിട്ടുള്ള പ്രമേഹം ഉൾപ്പെടെയുള്ളതിനെ സംബന്ധിച്ചുള്ള രോഗനിർണയ ക്യാമ്പും ഉൾപ്പെടെയുള്ള പരിപാടികളാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് നമ്മളുമായി സഹകരിക്കുന്നത് വാടനപ്പള്ളി ലയൺസ് ക്ലബ്ബും കൂടിയാണ്. അപ്പോൾ ഒരു പൊതുപ്രസ്ഥാനവും കൂടി ചേർന്ന് നടത്തുന്ന ഒരു പരിപാടി എന്ന നിലയിൽ പ്രത്യേകിച്ച് ആയുർവേദ ചികിത്സാ ക്യാമ്പിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ വീടുകളിലൊക്കെയുള്ള പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവരുടെ പലതരത്തിലുള്ള അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകൾക്കും അവരെ ആശ്രയിക്കുന്നത് ആയുർവേദ ചികിത്സയാണ്. മണലൂർ ഗ്രാമപഞ്ചായത്ത് 8-9 വാർഡിൽ ബന്ധിപ്പിക്കുന്ന പുത്തൻകുളം മഞ്ചാടി റോഡിന്റെ ഉദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് അധ്യക്ഷനായി. മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് പൂവശ്ശേരി, അന്തിക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് KK ശശിധരൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ VN സുർജിത്ത്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ, പഞ്ചായത്ത് മെമ്പർ രാകേഷ് കണിയാമ്പറമ്പിൽ, ജിൻസി മരിയ, ഷാനി അനിൽകുമാർ, പുഷ്പ വിശംബരൻ, ഷേളി റാഫി, CPM ലോക്കൽ സെക്രട്ടറി KV ഡേവിസ്, CPI ലോക്കൽ സെക്രട്ടറി VG രാധാകൃഷ്ണൻ, JDS നേതാവ് ജോസ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PK അരവിന്ദൻ, ആൻഡ്രൂസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പദ്ധതികളും വരുന്നത് തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാൻ കഴിയുന്ന രൂപത്തിലുള്ള പല പദ്ധതികളും വരുന്നത്. അതിൻ്റെ ഭാഗമായി പശ്ചാത്തല സൗകര്യ വികസന മേഖലയിൽ കേരളം വമ്പൻ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ വമ്പൻ മുന്നേറ്റത്തിന് ചിലർക്ക് എന്തുണ്ട് ദഹിക്കുന്നില്ല എന്നുള്ള കാര്യമുണ്ട്. ഞാനിക്ക് കിടക്കുന്നില്ല, ദഹിക്കാതെ കിടക്കുന്നല്ലാണ്ട് അസുഖം വരിക എന്നല്ലാണ്ട് വേറെ മാർഗ്ഗമില്ല. ദഹിക്കാതെ കിടന്നതുണ്ടാവും, വയറിന് അസുഖം വരിക എന്നല്ലാണ്ട് വേറൊരു മാർഗ്ഗമില്ല. അപ്പോൾ ഏതായാലും കേരളം വലിയ മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഇവിടെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. പെരിങ്ങോട്ടുകര GG ഗെയിം ഓൺ ഫുട്ബോൾ ടർഫിൽ ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചു. ആവണങ്ങാട്ട് കളരി അഡ്വക്കേറ്റ് AU രഘുരാമപണിക്കർ ടൂർണമെൻറ്റ് ഉദ്ഘാടനം ചെയ്തു. ഫുട്ബോൾ താരം IM വിജയൻ മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ പ്രതീഷ് പ്രഭകേളശ്ശേരി, ചന്ദ്രികപ്രഭ, ബിനു പ്രതീഷ് എന്നിവർ വിശിഷ്ടാതിഥികളെ ആദരിച്ചു. റണ്ണേഴ്സിന് വേണ്ടിയുള്ള ആദ്യ മത്സരത്തിൽ കോസ്കോ പെരിങ്ങോട്ടുകരയും ബ്രദേഴ്സ് ആട്ടൂരും തമ്മിൽ മത്സരം നടന്നു. 25,000 രൂപ ട്രോഫിയും വിന്നേഴ്സിന് 15,000 രൂപയുടെ ട്രോഫിയുമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്വപ്നം മാത്രമായിരുന്നില്ല. ഇവിടെ ഇന്ന് ഈ നാടിൻ്റെ ഒരു വലിയ കളിക്കളം, നമുക്കറിയാം നമ്മുടെ നാട്ടിലെ കളിക്കളങ്ങൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഏറ്റവും അത്യാധുനിക രീതിയിൽ വളരെ ഭംഗിയായിട്ട് കിട്ടിയ ഉള്ള സ്ഥലത്തെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഒരു ഇടവേള കൂടി. മണപ്പുറം റിതി ജ്വല്ലറി. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു.
വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വീണ്ടും വാർത്തകളിലേക്ക്. വാടനപ്പള്ളി പഞ്ചായത്ത് 7ാം വാർഡിലെ ഉപ്പുപടന്ന കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു. ഇതോടെ ഉപ്പുപടന്ന മേഖലയിലെ കുടിവെള്ളക്ഷാമം നേരിടുന്ന 75 കുടുംബങ്ങളുടെ പരാതികൾക്ക് പരിഹാരമായി. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ തനത് കുടിവെള്ള പദ്ധതിയായ ഉപ്പുപടന്ന കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തന ഉദ്ഘാടനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് നിർവഹിച്ചു. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KB സുരേഷ്, വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിസാർ, 7ാം വാർഡ് മെമ്പർ C ദിൽദിനേശൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രന്യ ബിനീഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സബിത് AS, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലേഖ ജമാൽ, വാർഡ് മെമ്പർമാരായ ശ്രീകല ഷൈജ ഉദയകുമാർ, വാടനപ്പള്ളി കുടുംബശ്രീ ചെയർപേഴ്സൺ ബീന ഷെല്ലി, വൈസ് ചെയർപേഴ്സൺ അസീബ, CDS മെമ്പർ സ്മിത സുരേഷ് ബാബു, ഗുണഭോക്തൃ സമിതി ചെയർപേഴ്സൺ ഓമന മധുസൂദനൻ എന്നിവർ സംബന്ധിച്ചു. സ്ഥലം വിട്ടു നൽകിയ ബ്രഹ്മകുളത്ത് കളരിക്കൽ സത്യനെ ചടങ്ങിൽ ആദരിച്ചു. തൃത്തല്ലൂർ മീൻചന്ത റോഡിന് സമീപം ഫിൽട്ടർ വെല്ലിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് ദേശീയപാത 66 സമീപമുള്ള ബ്രഹ്മകുളത്ത് സ്ഥാപിച്ച ടാങ്കിൽ നിന്നുമാണ് വെള്ളം ഗുണഭോക്താക്കളുടെ വീടുകളിൽ സ്ഥാപിച്ച പൈപ്പിലേക്ക് വിതരണം ചെയ്യുന്നത്. CFC ഫണ്ടിൽ നിന്നും 12,35,000 രൂപ ചെലവിട്ട് നിർമ്മിച്ച പദ്ധതിയുടെ നിർമ്മാണ ചുമതല തൃശൂർ ഭൂഗർഭ ജലവകുപ്പിനായിരുന്നു. അന്തിക്കാട് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം MLA CC മുകുന്ദൻ നിർവഹിച്ചു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിരാമൻ അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജിത്ത് അന്തിക്കാട്, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ, വാർഡ് മെമ്പർമാരായ സരിത സുരേഷ്, ലീന മനോജ്, മിൽന സ്മിത്ത്, TP രഞ്ജിത് കുമാർ, അനിത ശശി എന്നിവർ പങ്കെടുത്തു. MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. പലപ്പോഴും ഞാനും ചില സമയത്ത് ഇവിടെ വന്നിരിക്കാറുണ്ട്. പക്ഷേ നമുക്കൊരു ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഇഷ്ടാനുസരണം വന്ന് പോകാനും ഇരിക്കുവാനും വാഹനങ്ങൾ വരുമ്പോൾ കയറാനും അതിൻ്റെ സൗകര്യം ഉണ്ടാക്കാൻ കൂടാതെ തന്നെ വെയിലും അതുപോലെ മഴയും വരുമ്പോൾ അത്യാവശ്യം ബസ് കയറി പോകുന്നതിന് ആവശ്യമായ സഹായമായ ഒരു നിലപാട് സ്വീകരിക്കണം എന്നാണ് ഞാൻ അന്ന് വിചാരിച്ചിരുന്നത്. കഴിമ്പ്രം ജനകീയ സൗഹൃദവേദിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സൗജന്യ PSC കോച്ചിങ്ങിൻ്റെ ഉദ്ഘാടനം കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ അരുൺ മോഹൻ IAS നിർവഹിച്ചു. ശോഭ സുബിൻ അധ്യക്ഷത വഹിച്ചു. ഷൈൻ നെടിയിരിപ്പിൽ, ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, മധു കുന്നത്ത്, PD ലോഹിതാക്ഷൻ, സുജിന്ത് പുല്ലാട്ട്, സൗമ്യൻ നെടിയിരിപ്പിൽ, അജ്മൽ ഷെരീഫ്, സുമേഷ് പാനാട്ടിൽ, പ്രീതി പ്രേമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ കഴിമ്പ്രം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന ക്ലാസുകളിൽ ഇനിയും പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ 751006665592 എന്ന ഫോൺ നമ്പറിൽ പേരുകൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ ആക്കണ്ട. ഒരു ഇന്ററാക്ഷൻ ഉള്ള മട്ടിൽ വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ജനകീയ സൗഹൃദ വേദി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വളരെയധികം ഭാഗ്യവാന്മാരാണ്, അല്ലെങ്കിൽ ഭാഗ്യവതികളാണ്. ഈ നാട്ടിൽ ഇത്രയധികം ഉത്സാഹികളായിട്ടുള്ള ആളുകൾ, നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എല്ലാവരും ഒത്തുചേർന്നിട്ട് ഇങ്ങനെ ഒരു സംരംഭം, ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവരാൻ യുവാക്കൾക്ക് അല്ലെങ്കിൽ യുവകൾക്ക് നമ്മുടെ നാട്ടിലെ ഒരു ജോലി, സർക്കാർ ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. വലപ്പാട് ബീച്ച് അരയമ്പറമ്പിൽ കുടുംബസംഗമം നടന്നു. ക്ഷേത്ര ഹാളിൽ നടന്ന കുടുംബസംഗമം ക്ഷേത്ര ഭരണസമിതി രക്ഷാധികാരി ഡോക്ടർ AV അനൂപ് ഉദ്ഘാടനം ചെയ്തു. രക്ഷാധികാരി AP ഗിരിജ ശങ്കരൻ അധ്യക്ഷനായി. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് AM പ്രേംഭൂഷൺ, സെക്രട്ടറി AB രാജീവ്, AS ശ്രീജിത്ത്, AS ചന്ദ്രദാസ്, AR വിനയകുമാർ, AK കലാധരൻ, അജിത രാജീവ് എന്നിവർ സംസാരിച്ചു. ഉന്നത വിജയികളായ വിദ്യാർത്ഥികൾക്ക് ഉപഹാര സമർപ്പണം, കലാപ്രതിഭകൾക്ക് സമ്മാനദാനം, കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ എന്നിവയും ഇതോടനുബന്ധിച്ച് നടന്നു. അതുപോലെ പ്രേംഭൂഷൺ സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ മറ്റ് പല കുടുംബ യോഗങ്ങളിലും പലപ്പോഴും അതിഥിയായിട്ട് പങ്കെടുക്കാറുണ്ട്. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് പല കുടുംബയോഗങ്ങളും നടക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇത്രയും പഴക്കമുള്ള ഒരു അമ്പലമുണ്ട്, ഇത്രയും സൗകര്യങ്ങളുണ്ട്, ഇത്രയും ലാൻഡുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ കുടുംബം 400-ലധികം കുടുംബങ്ങളുടെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിലും എല്ലാവരും എന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും അമ്പലം പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ നിത്യപൂജയും മറ്റു കാര്യങ്ങളും ഉത്സവവും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് ഇവിടെ ഇതിൻ്റെ സമീപ പ്രദേശത്ത് താമസിക്കുന്ന അതേപോലത്തെ കുടുംബാംഗങ്ങളോടുള്ള നന്ദിയാണ് ഞാൻ ആദ്യമേ ഇവിടെ അറിയിക്കുന്നത്.
മുറ്റിച്ചൂർ NSS കരയോഗം 3356 നമ്പർ കുടുംബസംഗമം കരയോഗം ഹാളിൽ വെച്ച് നടന്നു. തൃശൂർ ചിന്മയ മിഷനിലെ ആചാര്യ സ്വാമിനി സംഹിതാനന്ദജി ഉദ്ഘാടനം നിർവഹിച്ചു. കരയോഗം പ്രസിഡന്റ് പ്രൊഫസർ EM അച്യുതൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ദിനേഷ് കുമാർ മാടമ്പത്തിനെ കരയോഗം പ്രസിഡന്റ് പ്രൊഫസർ EM അച്യുതൻ ആദരിച്ചു. കരയോഗ സെക്രട്ടറി K ചിത്രാംഗതൻ, ട്രഷറർ ബാലേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. കുട്ടികളുടെ കലാപരിപാടികൾ, സമാപന സമ്മേളനം എന്നിവ നടന്നു. ജയന്തിയാണ് 2024 മെയ് 8-ാം തീയതിയാണ് 108ാമത്തെ ജന്മദിനം. അപ്പോൾ അതിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ പരമാവധി ഏറ്റവും കുറഞ്ഞത് 108 വേദികളിലെങ്കിലും നമ്മളിങ്ങനെ ആധ്യാത്മിക പരിപാടികൾ, സത്സംഗങ്ങൾ നടത്തുക എന്നുള്ളൊരു സങ്കല്പം നമ്മൾ എടുത്തിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങൾക്കൊരു ചാൻസാണ് ഇവിടെ നിങ്ങളുടെ കൂടെ ഇരിക്കാനുള്ളത്. അപ്പം അതിനൊരു വേദി തന്നതിലുള്ള സന്തോഷം ആദ്യം അറിയിക്കട്ടെ. തളിക്കുളം പോൾ മോർഫി ചെസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ തളിക്കുളം ബ്ലൂമിംഗ് ബഡ് സ്കൂളിൽ നവീൻ മെമ്മോറിയൽ 14ാമത് അഖില കേരള ഓപ്പൺ യൂത്ത് ചെസ് മത്സരം നടത്തി. 150 പരം കളിക്കാർ പങ്കെടുത്തു. അവണങ്ങാട്ട് കളരി അഡ്വക്കേറ്റ് AU രഘുരാം പണിക്കർ ഉദ്ഘാടനം നിർവഹിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ തേജസ് മഹാജൻ, TK സോമസുന്ദരം, AG ഹരിദാസ്, ഉമ്മർ മുറ്റിച്ചൂർ, അർജുനൻ, ധർമ്മദേവൻ എന്നിവർ സംസാരിച്ചു. അണ്ടർ 11 വിഭാഗത്തിൽ ബെസ്റ്റ് ഫീമെയിൽ ആയി P ശ്രീലക്ഷ്മിയും ആദിത് നമ്മിലിക്കര ചാമ്പ്യനുമായി. അണ്ടർ 16 വിഭാഗത്തിൽ ബെസ്റ്റ് ഫീമെയിൽ TS ശ്രീലക്ഷ്മിയും ശ്രീഹരി P ചാമ്പ്യനുമായി. അണ്ടർ 26 വിഭാഗത്തിൽ ബെസ്റ്റ് ഫീമെയിൽ ശ്ലോക സുജിത്തും എബിൻ ബെന്നി ചാമ്പ്യനുമായി. കുട്ടികൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രോഗ്രാമാണ്. ഇവിടെ നമ്മൾ 40 ക്യാഷ് പ്രൈസും 16 പ്രോത്സാഹനമായിട്ട് നമ്മൾ 100 മെഡലും കൊടുക്കുന്നുണ്ട്. തൃപ്രയാർ താന്യം സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ ക്രിസ്തുമസ് ആഘോഷത്തിൻ്റെ ഭാഗമായി മെഗാ കരോൾ സംഘടിപ്പിച്ചു. ദേവാലയത്തിൽ നിന്ന് തുടക്കം കുറിച്ച് ഇടവകയുടെ അതിർത്തിയായ പെരിങ്ങോട്ടുകര മൂന്നുംകുടി വഴി വരെയും തുടർന്ന് തൃപ്രയാർ കിഴക്കേനട വരെയും ആഘോഷമായ കരോൾ നൃത്തച്ചുവടുകളോടെ എത്തിയതിനു ശേഷം ഇടവക ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു. ഇടവക വികാരി ഫാദർ പോൾ കള്ളിക്കാടൻ ക്രിസ്തുമസ് സന്ദേശം നൽകി. വലിയ സന്തോഷത്തിൻ്റെയും സത്വാർത്ഥ അറിയിച്ച വലിയൊരു തിരുനാളാണ് ക്രിസ്തുമസ്. ദേശം മുഴുവൻ എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ, ഈശോയുടെ പിറവി തിരുനാളിൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ മംഗളങ്ങൾ എല്ലാവർക്കും. TMC ഗ്രാമ്യ ഓർബിറ്റ് ചാനലിലൂടെ ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്നതും ക്രിസ്തുമസിൻ്റെ പരിപാടികൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെയും ആഗതമാകുന്ന പുതുവത്സരത്തിൻ്റെയും സ്നേഹം നിറഞ്ഞ ആശംസകൾ നേടി. ആഘോഷങ്ങൾക്ക് ഇടവക കൈക്കാരന്മാരായ ജോർജ് വാലിക്കുടത്ത്, സണ്ണി ചെറിയത്ത്, പ്രതീഷ് ജോസ് ചെറിയത്ത് എന്നിവർ നേതൃത്വം നൽകി. പിറവി തിരുനാളിൻ്റെ തിരുക്കർമ്മങ്ങൾ രാത്രി 11:30 ഇടവക ദേവാലയത്തിൽ നിന്നും ആരംഭിക്കുമെന്നും ഇടവക PRO ജെയിംസ് അരിമ്പൂർ പല്ലൻ അറിയിച്ചു. നടുവിൽക്കര ശ്രീ പുത്തില്ലത്ത് അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലെ ദേശവിളക്കിനോടനുബന്ധിച്ച് മിഡ്ലാൻഡ് അസോസിയേഷൻ കാവടി മഹോത്സവം സംഘടിപ്പിച്ചു. പൂക്കാവടികളും പീലിക്കാവടിയും നാദസ്വരം, ശിങ്കാരിമേളം എന്നിവയോടുകൂടി 4 മണിക്ക് ഘോഷയാത്ര അമ്പലത്തിൽ എത്തിച്ചേർന്നു. ക്ലബ്ബ് സെക്രട്ടറി ഗുരുദത്ത്, പ്രസിഡന്റ് സുബീഷ് അനിലാൽ എന്നിവർ നേതൃത്വം നൽകി.
പുത്തൻപീടിക സെയിൻറ് ആൻ്റണീസ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും തിരുനാളിന് കൊടിയേറി. ശനിയാഴ്ച ദിവ്യബലിക്ക് ശേഷം നടന്ന തിരുനാൾ കൊടിയേറ്റൽ കർമ്മം ഇടവക വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ജെറിൻ കുരിയളാനിക്കൽ, നടത്തുകൈക്കാരൻ ഷാജു മാളിയേക്കൽ, തിരുനാൾ ജനറൽ കൺവീനർ ജിമ്മി ടിയർ, പബ്ലിസിറ്റി കൺവീനർ ആൻഡോ തൊറയൻ, കൈക്കാരന്മാരായ AP ജോസ്, വില്ലി പട്ടത്താനം, ജിയോ കെ മാത്യു എന്നിവർ സംസാരിച്ചു. AC ജോസഫ്, ലിജോ പുലിക്കോട്ടിൽ, മൈക്കിൾ പുലിക്കോട്ടിൽ, ഫ്രാൻസിസ് കുരുതുകുളങ്ങര, ജോജി മാളിയേക്കൽ, ജോയ് വടക്കൻ, വർഗീസ് കുരുതുകുളങ്ങര എന്നിവർ നേതൃത്വം നൽകി. ഡിസംബർ 30, 31, ജനുവരി 1 തീയതികളിലാണ് തിരുനാൾ. വലപ്പാട് സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഇടവകയുടെ നേതൃത്വത്തിൽ ക്രിസ്തുദേവൻ്റെ തിരുപ്പിറവി അറിയിച്ചുകൊണ്ട് ബോൺനത്താലെ അരങ്ങേറി. പള്ളിയിൽ നിന്ന് ആരംഭിച്ച് വലപ്പാട് ചന്തപ്പടിയിലൂടെ വിവിധ സെൻറ്ററുകളിൽ നിന്ന് സ്വീകരണം ഏറ്റുവാങ്ങി ബീച്ച് സെൻറ്റ് തോമസ് കപ്പേളയിൽ സമാപിച്ചു. 15 കുടുംബ കൂട്ടായ്മകളിൽ നിന്നായി നിരവധി പേർ പങ്കെടുത്തു. നിരവധി പാപ്പമാരും പരമ്പരാഗത ക്രൈസ്തവ വേഷധാരികളും നിശ്ചല ദൃശ്യങ്ങളും ബോൺനത്താലേക്ക് മാറ്റുകൂട്ടി. വികാരി ഫാദർ ബാബു അപ്പാടൻ ക്രിസ്തുമസ് സന്ദേശം നൽകി. കേക്ക് മുറിച്ച് വിതരണം ചെയ്തു. കൈക്കാരൻ ഷാജി ചാലിശ്ശേരി, കൈക്കാരൻ ഫെന്നി ഫ്രാൻസിസ്, കൺവീനർ ജസ്റ്റിൻ പുത്തൂർ, A ആൻ്റണി എന്നിവർ സംസാരിച്ചു. ജോയിൻറ്റ് കൺവീനർ ഡൽഫി ജോയ്, ജെയിംസ് എലുവത്തിങ്കൽ, കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ആലപ്പാട് മടത്തുംപടി ശ്രീ വനശാസ്ത്ര ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവം ഭക്തി നിർഭരമായി. രാവിലെ നട തുറക്കൽ, ഗണപതി ഹോമം, ഉഷപൂജ, കലശപൂജ, കലശാഭിഷേകം എന്നിവ നടന്നു. തുടർന്ന് ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ തരണനല്ലൂർ പടിഞ്ഞാറെ മനക്കൽ പത്മനാഭൻ നമ്പൂതിരിപ്പാടിൻ്റെ കയ്യിൽ നിന്നും എള്ളുകിഴി അവണങ്ങാട്ട് കളരി AU രഘുരാമപ്പണിക്കർ ഏറ്റുവാങ്ങി ഭഗവാന് സമർപ്പിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തരണനല്ലൂർ പടിഞ്ഞാറെ മനക്കൽ പത്മനാഭൻ നമ്പൂതിരിപ്പാടിൻ്റെയും മേൽശാന്തിമാർ പുന്നപ്പള്ളിമന ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും രവി നമ്പൂതിരിയും ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് മോഹനന്മാരുടെ പ്രാമാണികത്വത്തിലുള്ള പഞ്ചവാദ്യത്തോടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പും ആലപ്പാട് ശ്രീ ശാസ്ത വനിതാ ചിന്ത് ടീമിൻ്റെ ചിന്തുപാട്ടുമുണ്ടായിരുന്നു. അയ്യപ്പത്ത് ബാലകൃഷ്ണൻ ശാസ്താവിൻ്റെ തിടമ്പേറ്റി. തുടർന്ന് വൈകിട്ടോടെ നട തുറക്കൽ, ദീപാരാധന, പുറത്തൂർ സുരേഷ് ആൻഡ് പാർട്ടിയുടെ നാദസ്വരം, താലപ്പൊലിമേള, അകമ്പടിയോടെ ചെറുശ്ശേരി സ്വാമൻ ആൻഡ് പാർട്ടിയുടെ വിളക്കെഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് CV സോജൻ, സെക്രട്ടറി KM രാമകൃഷ്ണൻ, കമ്മിറ്റി അംഗങ്ങളായ നന്ദകുമാർ K, അർജുനൻ, രാജൻ പൊലിയടത്ത്, രാംദാസ്, ഷൈൻ CR, അജേഷ് എന്നിവർ ദേശവിളക്ക് മഹോത്സവത്തിന് നേതൃത്വം നൽകി.
വാണിജ്യം. തളിക്കുളം ഇടശ്ശേരിയിൽ പ്രവർത്തിച്ചു വരുന്ന ഹൈ പവർ പെറ്റ്സ് ആൻഡ് ഗ്രൂമിംഗ് പാർലർ എന്ന സ്ഥാപനത്തിൽ വളർത്തുമൃഗങ്ങളുടെ ചികിത്സയ്ക്കും പരിചരണത്തിനുമായി പെറ്റ് കെയർ ക്ലിനിക് എന്ന സ്ഥാപനം കൂടി പ്രവർത്തനം ആരംഭിച്ചു. ടി.എൻ. പ്രതാപൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. ഓമന മൃഗങ്ങളെയും ഓമന പക്ഷികളെയും വളർത്തുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് ആയിരുന്നു അതിന് ഏറ്റവും കൂടുതൽ വ്യാപനമുണ്ടായത്. മനുഷ്യരിൽ ഒറ്റപ്പെട്ടൊരു സാഹചര്യമുണ്ടായി. നമുക്ക് ആർക്കും പുറത്തു പോകാൻ പറ്റാതെ വീടുകളിൽ മാത്രം വരുന്ന ഒരു 2 വർഷക്കാലം. ആ 2 വർഷ കാലയളവിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഓമന മൃഗങ്ങളെയും ഓമന പക്ഷികളുടെയും പ്രജനനത്തെ പ്രോത്സാഹിപ്പിച്ചതും അതിൻ്റെ വ്യാപനത്തെ പ്രോത്സാഹിപ്പിക്കപ്പെട്ടതും. ആ കാലത്തിൽ ഏറ്റവും കൂടുതൽ അടുക്കള തോട്ടങ്ങളും കുടുംബ കൃഷികളും ഉണ്ടായത്. ഇവിടെ നസീർ ഞങ്ങളെല്ലാവരുടെയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയപ്പെട്ട KC പ്രസാദിൻ്റെയും പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയമുള്ള സജിത ഉൾപ്പെടെ ഞങ്ങളെല്ലാവരുടെയും ഒരു കുടുംബ സുഹൃത്താണ് നസീർ. നസീറിൻ്റെ നേതൃത്വത്തിൽ നസീറിൻ്റെ മകനൊക്കെ ഒരുമിച്ച് കൊണ്ടാണ് ഇവിടെ ഒരു പെറ്റുകൾക്ക് വേണ്ടിയുള്ളൊരു ഷോപ്പ് നേരത്തെ തുടങ്ങിയത്. എല്ലാ പെറ്റിന് വേണ്ട എല്ലാം ഇവിടെയുണ്ട്. അത് ആടായാലും പശുവായാലും കോഴിയായാലും നായായാലും പൂച്ചയായാലും കിളികളായാലും ഏത് തരത്തിലുള്ള പറവകൾക്കുള്ളതെല്ലാം ഈ നസീറിൻ്റെ ഹൈ പവറിലുണ്ട്. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത അധ്യക്ഷയായി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് മുഖ്യാതിഥിയായിരുന്നു. പ്രൊപ്പറേറ്റർ നസീർ AA, വെറ്റിനറി ഡോക്ടർ KM ജയകുമാർ, ലത ജയകുമാർ, ലുക്മാൻ, സൽമാനുൽ ഫാരിസ്, ഫിദ ഫാത്തിമ, മുന്താസ്, ഉമ്മ ബീവി, ഡിക്സൺ, കാസിം, സുധീർ, ഹുസൈൻ, അമ്പിളി, സീമ, ഷക്കീല, സുലൈഖ, സുകുമാൻ, യൂസഫ് അമ്പലത്ത് എന്നിവർ സന്നിഹിതരായിരുന്നു. ജില്ലാ കലോത്സവ കലാപ്രതിഭ കൃഷ്ണ രാധാകൃഷ്ണനെ ചടങ്ങിൽ അനുമോദിച്ചു. ഉദ്ഘാടനം പ്രമാണിച്ച് ക്യാറ്റ് ആൻഡ് ഡോഗിൻ്റെ ഫുഡുകൾ 15% വിലക്കുറവിൽ ഇവിടെ നിന്നും ലഭ്യമാണ്. ഡോക്ടറുടെ സേവനം, വാക്സിനേഷൻ, പെറ്റ് ഫുഡ്, പെറ്റ് ഗ്രൂമിംഗ്, പെറ്റ് ആക്സസറീസുകൾ എന്നിവയും ഇവിടെ ലഭ്യമാണ്. കൂടാതെ അലങ്കാര മത്സ്യങ്ങൾ, വളർത്തുമൃഗങ്ങൾ എന്നിവയും ഹൈ പവറിൽ ഒരുക്കിയിട്ടുണ്ട്. അതിനാവശ്യമായ ക്ലിനിക്ക് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും പരിമിതികളുണ്ട്. ഇത്തരത്തിലുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ കൂടി ആകുമ്പോൾ ജനങ്ങൾക്ക് നല്ല ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ പക്ഷിമൃഗാദികൾക്കുമൊക്കെ ഒരു സുഖകരമായൊരു ജീവിതം നയിക്കാൻ കഴിയും. തീർച്ചയായിട്ടും നല്ല രീതിയിലാണ് പ്രതാപിയുടെ തുടക്കം മുതലേ പറഞ്ഞു. ഇതിലേറെ നമുക്ക് സമാധാനം നൽകുന്ന ഒരു വിഭാഗം തന്നെയാണ് ഈ പെറ്റുകൾ എന്ന് പറയുന്നത്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് സമയം നമ്മൾ ചിലവഴിക്കുന്നതിനപ്പോൾ മനുഷ്യരോടൊന്നല്ലാതെ പെറ്റുകളോട് വളരെയധികം സമയം ചിലവഴിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. തീർച്ചയായിട്ടും പെറ്റ് ഷോപ്പ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ വെക്കേഷൻ കാലഘട്ടം 10 ദിവസം ഈ വരുന്ന വെക്കേഷൻ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ ആകർഷിക്കുന്ന ഒരു വിഭാഗവും ഈ മത്സ്യവും മറ്റുള്ള വിഭാഗത്തിലുള്ള ഐറ്റംസ് തന്നെയാണ്. തീർച്ചയായും തുടക്കത്തിൽ നമ്മൾ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട്. മരുന്നുകളും അതുപോലെ എല്ലാം സജ്ജീകരിച്ച് വരാൻ കുറച്ച് താമസമുണ്ട്. എങ്കിൽ കൂടെ അടുത്ത കാലത്ത് മിക്കവാറും ഒരു 1-2 മാസത്തിനകം നമുക്ക് എല്ലാ സേവനങ്ങളും ലഭ്യമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പരിമിതികൾ, ചില ലാബത്തി സൗകര്യങ്ങളോ അതുപോലത്തെ ചില അസൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതും നമ്മൾ താമസിയാതെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ശരിയാക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. തിരുവനന്തപുരത്ത് KPCCയുടെ DGP ഓഫീസ് മാർച്ചിൽ നേതാക്കൾക്കെതിരെ പോലീസ് നടത്തിയ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധം. അയോധ്യയിൽ നിന്നും അക്ഷത കുംഭങ്ങൾ തൃപ്രയാറിലെത്തി ശ്രീരാമക്ഷേത്ര സന്നിധിയിൽ ഭക്തി നിർഭരമായ സ്വീകരണം. വാടാനപ്പള്ളി പഞ്ചായത്തിലെ ഉപ്പ് പടന്ന കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു.
ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.